ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാ ചങ്ക്സ് തോരനും ഒരു ചെമ്മീൻ കറിയും ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായി മുറിച്ച ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു സവാളേൻ്റെ പകുതിയാണ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങേൻ്റെ കൂട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വരണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. ഇതാ നമ്മളെ കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീൻ ഇട്ട് കൊടുത്താൽ അധിക സമയമൊന്നും തിളപ്പിക്കണ്ട. ചെമ്മീനിന് ചെറിയ വേവേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്ത് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് എരിവെല്ലാം നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇതാ ചെമ്മീനെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകും ചെറുതായി മുറിച്ച ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഉള്ളി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കറിയിലേക്ക് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു തോരനാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തോരനാണ്. സോയ തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് സോയ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണ്. അത് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. സോയ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 മുറി തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോയൻ്റെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി അടച്ചു കൊടുത്താൽ മതി. ഇപ്പം സോയ നല്ലതുപോലെ സോയയും ഗ്രീൻ പീസും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് 3 മിനിറ്റേ വേണ്ടു, അപ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്തതാണ്. അത് ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെച്ച് കൊടുക്കാം. അതൊന്ന് ആയി വരട്ടെ. മുട്ടയൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിത് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഇതൊന്ന് ചൂടായി നല്ലതുപോലെ ചൂടായതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ചിന് ഇങ്ങനെയുള്ള 2 വിഭവം മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറിയും സോയ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.